ഫുട്ടേജ് എന്ന് പറഞ്ഞ സിനിമ ഒരു എ സർട്ടിഫിക്കറ്റ് കിട്ടിയ സിനിമയാണ്. എന്തുകൊണ്ടാണ് സെൻസർ ബോർഡ് ഇതിന് എ സർട്ടിഫിക്കറ്റ് കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം സെക്ഷുവാലിറ്റി കാണിക്കുന്ന രംഗങ്ങളുണ്ട്. സിനിമയുടെ ഇൻട്രോ തന്നെ അത്യാവശ്യം നല്ല ഇന്റിമസി സീൻ കാണിക്കുന്നതാണ്. അത്യാവശ്യം ഹാർഡായിട്ടുള്ള തന്നെ സംഭവങ്ങൾ കാണിക്കുന്നുണ്ട്. പിന്നെ കഥയിൽ ഇടക്കിടയ്ക്ക് ഇത്തരം സീൻസ് വരുന്നുണ്ട്. പിന്നെ വയലൻസ്, വലിയ രീതിക്കുള്ള വയലൻസ് അങ്ങനെ നമ്മളെ കില്ലിലൊക്കെ കണ്ട പോലത്തെ ഒരു എ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ മാത്രമുള്ള വയലൻസ് ഒന്നും ഇല്ല. പക്ഷെ എ സർട്ടിഫിക്കറ്റ് കിട്ടാൻ കാരണം ഈ പറഞ്ഞ അത്യാവശ്യം ഇന്റിമസി സീൻസ് ഡീപ്പായിട്ട് കാണിക്കുന്നതുകൊണ്ടാണ്. ഈ ഫുട്ടേജ് എന്നുള്ള പേരിൽ തന്നെ അതിന്റെ ഒരു മീനിങ് ഉണ്ട്. അതായത് ഈ സിനിമ എന്ന് പറയുന്നത് വിഷ്വലി ഒരുപാട് ക്വാളിറ്റിയുള്ള സിനിമയാണ്. ഇതിന്റെ ഒരു മെയിൻ തീം എന്ന് പറയുന്നത് 2 ക്യാമറയിലൂടെ അല്ലെങ്കിൽ ആ 2 ക്യാമറ പകർത്തുന്ന ഫുട്ടേജുകളാണ് നമുക്ക് സിനിമയായിട്ട് നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നത്. ഇതിന്റെ ഒരു സ്റ്റോറിയുടെ ഒരു ലൈൻ എന്ന് പറയുന്നത് ഒരു കപ്പിൾസ് 2 പേര് യൂട്യൂബേഴ്സ് ആണ്, 2 ആളുടെ കയ്യിലും ക്യാമറയുണ്ട്. സോ ഇവര് ഈ ഗോസ്റ്റ് ഹോണ്ട് ഒക്കെ നടക്കുന്ന വീടുകളുടെ വ്ളോഗൊക്കെ എടുത്ത് അങ്ങനെ ആ രീതിക്ക് വീഡിയോസ് ചെയ്യുന്ന ആളാണ്. പക്ഷെ മറ്റുള്ളവരുടെ കാര്യങ്ങളിലേക്ക് എത്തി നോക്കാനും കൂടി തങ്ങളുടെ ക്യാമറ ഉപയോഗിക്കുന്ന വ്യക്തികളാണ്. സോ അങ്ങനെ മറ്റൊരു വ്യക്തിയുടെ പേഴ്സണൽ ലൈഫിലേക്ക് കടന്നു പോവുകയും അവിടെ വെച്ച് അവർക്ക് സംഭവിക്കുന്ന ഇൻസിഡൻസും കാര്യങ്ങളും അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ഒക്കെയാണ് ഈ സിനിമയുടെ ഒരു മെയിൻ സ്റ്റോറി പറയുന്നത്. ഒരു സ്റ്റോറി രസമാണ്, പക്ഷെ വലിയൊരു രീതിക്ക് നമുക്ക് കണക്റ്റഡ് ആവണമെന്നില്ല കാണുന്ന സമയത്ത്. ഇതാണ് ഇതിന്റെ ഒരു ബേസ് ലൈൻ എന്ന് പറയുന്നത്. സോ സൈജു ശ്രീധർ എന്ന് പറയുന്ന സംവിധായകൻ, ഇദ്ദേഹം ഒരു എഡിറ്ററാണ്. ഒരുപാട് നല്ല നല്ല മലയാള സിനിമകൾ എഡിറ്റ് ചെയ്ത ഒരു വ്യക്തിയാണ്. സോ ആ ഒരു വ്യക്തി സംവിധായകന്റെ വേഷം അണിയുമ്പോൾ തീർച്ചയായിട്ടും ഇതിന്റെ എല്ലാ മേഖലയും കൃത്യമായിട്ട് പഠിച്ചിട്ടായിരിക്കും അതിണ്ടാവുക. അതിന്റെ റിസൾട്ട് നമുക്ക് കൃത്യമായിട്ട് ഈ സിനിമയിൽ കാണാൻ പറ്റും. നല്ല രീതിക്കാണ് ഇതിന്റെ മേക്കിംഗ്. പ്രത്യേകിച്ച് ഡി ഒ പി എടുത്തു പറയേണ്ട കാര്യമാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു സ്റ്റഡി ക്യാം വെച്ചിട്ടുള്ള പരിപാടിയല്ല. ഞാൻ പറഞ്ഞല്ലോ, മൂവിങ് ക്യാമറയാണ്. ഈ 2 വ്ളോഗേഴ്സിന്റെ ക്യാമറയിലൂടെ നമുക്ക് കാണുന്ന ദൃശ്യങ്ങളാണ്. സോ ആള് വീഴുമ്പോൾ ക്യാമറയും വീഴുന്നുണ്ട്, വെള്ളത്തിലേക്ക് ക്യാമറ വീഴും, ആകാശത്തേക്ക് ക്യാമറ വീഴും, അങ്ങനെ പല സംഭവങ്ങളും ഉണ്ട്. സോ മൂവിങ് ക്യാമറയാണ്, മൊത്തം മൂവിങ് ആണ്. സോ തിയേറ്ററിനകത്ത് നമ്മൾ ആ ഇരുട്ടി തിരിഞ്ഞിട്ട് ആ സ്ക്രീൻ കാണുന്ന സമയത്ത് നമുക്ക് ഏത് സമയത്തൊക്കെ കണ്ണ് വേദനിക്കുക അല്ലെങ്കിൽ തലകറങ്ങുന്നൊക്കെ പോലെ തോന്നും. കാരണം ആ രീതിക്കാണ് ഇത് എടുത്തു വെച്ചേക്കണത്. സ്റ്റഡി ക്യാം എന്നുള്ള പരിപാടി ഇതിനകത്തില്ല, മൊത്തം മൂവിങ് ആണ്. ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കലാണ്. ആ രീതിക്കാണ് ഇതിന്റെ DOP ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിന് ഏറ്റവും ഭംഗിയാക്കുന്ന മറ്റൊരു ഘടകം എന്ന് പറയുന്നത് ഇതിന്റെ എഡിറ്റിങ്ങും അതുപോലെ ഇതിന്റെ സൗണ്ട് മിക്സിംഗ് ആണ്. ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് പോലും വളരെ ഡീറ്റെയിലിംഗ് ആയിട്ട് അവർ സൗണ്ട് എഫക്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ തിയേറ്ററിൽ ഡോൾബി അറ്റ്മോസ് ഇരിക്കുന്ന സമയത്ത് നല്ല രീതിക്ക് ഇതിന്റെ സൗണ്ട് ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. സോ എല്ലാ ഡിപ്പാർട്ട്മെന്റും ഒരുപോലെ പ്രവർത്തിച്ച അടിപൊളി സിനിമ തന്നെയാണ് ഫുട്ടേജ്. 4-5 ക്യാരക്ടേഴ്സെ ശരിക്കും പറഞ്ഞ ഈ സിനിമയിൽ മെയിൻ ആയിട്ടുള്ളൂ. പ്രധാനമായിട്ടുള്ള ഒന്ന് മഞ്ജു വാര്യർ, വിശാഖ് നായർ, പിന്നെ നമ്മുടെ ഗായത്രി അശോക്. വിശാഖ് നായരും ഗായത്രി അശോകും ഇവരാണ് ഇതിൽ കപ്പിൾസ് ആയിട്ട് വരുന്നത്. നമ്മൾ ട്രെയിലർ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. 2 പേരും കിട്ടില്ല പെർഫോമൻസ് ആണ് കേട്ടോ. കാരണം ഇവര് ഞാൻ പറഞ്ഞല്ലോ ഒരു ലിവിങ് ടുഗദർ ലൈഫാണ്. സോ ലവേഴ്സ് ആണ്. സോ അതിന്റെ ആ ഒരു ഇന്റിമസി, അതിന്റെ ആ ഒരു ഡീപ്നെസ്, അതിന്റെ ആ ഒരു ലവിന്റെ ആ ഒരു ഡെപ്ത്, ഇതൊക്കെ ഭയങ്കര ഡീറ്റെയിലിംഗ് ആയിട്ട് നമുക്ക് സിനിമയിൽ കാണാൻ പറ്റും. 2 പേരുടെ ക്യാരക്ടർ അവർ ഭംഗിയായിട്ട് തന്നെ പെർഫോം ചെയ്ത് വെച്ചിട്ടുണ്ട്. മഞ്ജു വാര്യർക്കും നല്ല രീതിക്കുള്ള ക്യാരക്ടറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ഹാഫിലൊക്കെ കുറച്ചൊരു സീനേ ഉള്ളൂ, പക്ഷെ സെക്കൻഡ് ഹാഫിൽ അങ്ങോട്ടേക്കാണ് നല്ല രീതിക്ക് മഞ്ജു വാര്യരുടെ സീൻസ് വരുന്നത്. ഒരു ഹീറോയിക് പരിവേഷം എന്ന് പറയില്ലേ, ആ രീതിക്കാണ് മഞ്ജുവിനെ ഇതിൽ അവർ എക്സ്പ്ലോർ ചെയ്തിരിക്കുന്നത്. ആള് കിടലായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. നല്ലൊരു പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിരിക്കുന്നത്. സിനിമയുടെ ഒരു മൂഡ് എന്ന് പറയുന്നത് നമ്മൾ ഈ കൊറിയൻ ഡ്രാമയൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു രീതിക്കുള്ള ഒരു ഫീലാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, വിഷ്വലി അതിനെ കണക്ട് ആക്കി കൊണ്ടുപോകുന്നത് നമുക്ക് കാണുമ്പോൾ അങ്ങനെയാണ് തോന്നുക. കാര്യങ്ങൾ അങ്ങനെ കേട്ട് കഥ കാണുന്ന ആൾക്കാർക്ക് എത്രത്തോളം കണക്റ്റഡ് ആവും എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല. കാരണം ഫസ്റ്റ് ഹാഫ് ഒരു ക്യാമറയിലെ സീനും സെക്കൻഡ് ഹാഫ് വേറൊരു ക്യാമറയിലെ സീനായിട്ടാണ് വരിക. സോ ഇത് രണ്ടും കൂടി കണക്റ്റഡ് ആയി കഴിയുമ്പോഴേ നമുക്ക് ഇതിന്റെ കഥ ഏകദേശം ഒരു ഐഡിയ കിട്ടുള്ളൂ. ഇതിൽ മെയിനായിട്ട് ഒരു സ്റ്റോറി ഉണ്ട്, പക്ഷെ അതിനൊരു പഞ്ച് കിട്ടാത്ത പോലെയാണ് എനിക്ക് തിയേറ്ററിൽ ഫീൽ ചെയ്തത്. പിന്നെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഈ സിനിമക്ക് നല്ല രീതിക്കുള്ള ലാഗ് ഉണ്ട്. കാരണം സ്ലോ ഫേസിലാണ് ഈ സിനിമ പോകുന്നത്. സോ നമ്മളെ ഭയങ്കര പിടിച്ചിരുത്തുക, ഭയങ്കര ത്രില്ലിംഗ് ആക്കുക, ആ ടൈപ്പ് മൂവി അല്ല ഇത്. ജസ്റ്റ് ഒന്ന് എക്സ്പെക്ട് ചെയ്യാണ്ട് ജസ്റ്റ് ഫ്രഷ് ആയിട്ട് പോയിട്ട് എന്താണ് ഫുട്ടേജ് എന്ന സിനിമ എന്നുള്ള രീതിക്ക് അറിയാൻ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ല, നിങ്ങൾക്ക് സിനിമ കണ്ടു തീർക്കാൻ പറ്റും. ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. സോ ഭയങ്കര സംഭവമാണെന്നുള്ള പ്രതീക്ഷയിൽ നിന്ന് പോകരുത്. നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ്. എനിക്കൊന്ന് മലയാള സിനിമ ഇതുവരെ ഈ രീതിക്ക് ഒരു മേക്കിംഗ് ഉണ്ടായിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സോ ഇത്തരം പടങ്ങൾ നമുക്ക് ഇനിയും സൈജു ശ്രീധറിന്റെ അടുത്ത് നിന്ന് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്.
ഇതിന്റെ കഥ റിയൽ ലൈഫ് സ്റ്റോറി ആയിട്ട് ബന്ധമുണ്ടെന്നുള്ള രീതിക്ക് ഫസ്റ്റ് എഴുതി കാണിക്കുന്നുണ്ട്. 2020 മുന്നേ എങ്ങനെ നടന്ന ഒരു സംഭവമായിട്ട് ഇതിന് കണക്ഷൻ ഉണ്ട്. ഇതുപോലെ ഉണ്ട് വ്ളോഗേഴ്സിന്റെ ക്യാമറയിൽ പതിയ ദൃശ്യങ്ങൾ, അതേ ബന്ധപ്പെട്ട കേസും കാര്യങ്ങളും നടക്കുന്നത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നതൊക്കെയാണ് കാണിക്കുന്നത്. പക്ഷേ കഥ സിനിമ കണ്ടു കഴിയുമ്പോൾ ഇത് എവിടെയാണ് ഇത്തരം സംഭവങ്ങൾ നടന്നിരുന്നത് എന്ന് എനിക്ക് അറിയുന്നില്ല. എന്റെ ഓർമ്മയിൽ അത്തരം ഒരു കേസിനെ കുറിച്ച് വായിച്ചതായിട്ടോ അതിനായിട്ട് ഓർമ്മയിലില്ല. പക്ഷേ അതിലെ ചില രംഗങ്ങൾ കാണുമ്പോൾ ഒരു സംഭവം ഉണ്ട്, ഇവർ എത്തിപ്പെടുന്ന ഒരു ഏരിയയിൽ ഒരു സംഭവം ഉണ്ട്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞു, കാരണം സ്പോയിലർ ആവും. ആ ഒരു സാധനം കാണുമ്പോൾ അതിനെ കുറിച്ചുള്ള വാർത്ത എപ്പോഴോ എവിടെ ഞാൻ വായിച്ചതുപോലെ എന്റെ ഓർമ്മയിൽ എവിടെയോ ഓടി കളിക്കുന്നുണ്ടായിരുന്നു. സോ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ പറയാൻ പോകുന്നില്ല. അപ്പൊ ഇത്രയേ ഉള്ളൂ ഫൂട്ടേജിനെ കുറിച്ചുള്ള വീഡിയോ. പുതിയ വിശേഷങ്ങളുമായിട്ട് വീണ്ടും വരാതിരിക്കും.